അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു മാസക്കാലം പകൽ മുഴുവൻ നോമ്പെടുക്കുകയും രാത്രികാലങ്ങളിൽ പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുകയും മറ്റു സമയങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതിനോടൊപ്പം ദിക്റുകളും സ്വലാത്തുകളും ദാനധർമ്മങ്ങളുമൊക്കെയായി വിശുദ്ധ റമളാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും പരിശുദ്ധമാകുന്ന റമളാനിനെ സന്തോഷത്തോടുകൂടെ യാത്രയാക്കുകയും ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾ പടച്ച റബ്ബിൻ്റെ പൊരുത്തത്തിൻ്റെ അടയാളമാകുന്ന കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ പടച്ച റബ്ബ് തുറന്നു തന്ന് സ്വർഗ്ഗലോകത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ പേരുകൾ പടച്ച റബ്ബ് രജിസ്റ്റർ ചെയ്യുന്ന ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും പരിശുദ്ധമാകുന്ന ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. സഹോദരങ്ങളെ, പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും പ്രയാസങ്ങളെ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധ്യപ്പെടുത്താനും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള താരതമ്യം മനസ്സിലാക്കാൻ വേണ്ടിയും കർമ്മങ്ങളെ കൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുത്ത് ഉന്നതമാകുന്ന സ്വർഗ്ഗലോകത്ത് റബ്ബിൻ്റെ സ്വാലിഹ്യങ്ങളാകുന്ന അടിമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിക്കുന്നിടത്ത് താമസിക്കാൻ യോഗ്യരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പടച്ച റബ്ബ് നിർബന്ധമാക്കിയതാണ് നോമ്പ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഈ വർഷം പരിപൂർണമായും നോമ്പെടുക്കാൻ ആരോഗ്യം തന്ന ഖാലിഖായ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം ഈ മാസത്തിൽ റമളാൻ മാസത്തിൽ 2000-ലധികം വരുന്ന റക്അത്തുകൾ നിസ്കരിക്കാനുള്ള സൗഭാഗ്യം തന്ന പടച്ച റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം ധാരാളം വിശുദ്ധ ഖുർആനിനെ ഖത്തം തീർക്കാൻ സൗഭാഗ്യം തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്തുതിക്കുന്നതോടൊപ്പം ഈ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ നഷ്ടമാണ് അതെന്ന് ബോധ്യപ്പെടുത്തുക കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലാഹു തആല തന്ന ആരോഗ്യവും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളുമെല്ലാം ഒരു ദിവസം നമ്മോട് ചോദ്യം ചെയ്യുമെന്നതും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ വീടുകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മലക്കുകളുടെ അകമ്പടിയോടുകൂടെ രണ്ട് ഭാഗത്തുള്ള റോഡിൻ്റെ വഴികളിൽ രണ്ട് ഭാഗങ്ങളിൽ അല്ലാഹു തആലയുടെ മലക്കുകൾ കൂടി നിന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തികളെ സ്വാഗതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിവസമാണിന്ന്. ഈ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം ഈ വ്യക്തിയിൽ നൽകുകയും ജീവിതം അല്ലാഹു തആല പരിപാവനമാക്കി കണക്കാക്കി ജീവിതത്തിൽ സന്തോഷങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ മരണപ്പെടുമ്പോൾ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യം നൽകുകയും ചെയ്യുക എന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൈറായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ഹൈറായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന ഒരു സൗഭാഗ്യം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ, അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, ആ അനുഗ്രഹങ്ങളുടെ മറവിൽ അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്ന സ്വഭാവം നമ്മൾ സ്വീകരിച്ചാൽ പടച്ച റബ്ബിൻ്റെ ഒരിക്കലും തിരുത്താനാകാത്ത അദാബുകൾ നമുക്ക് നേരിടേണ്ടി വരും. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അവസ്ഥകളെ നമുക്ക് അറിയാം. പെരുന്നാളുകൾ വരുമ്പോൾ പട്ടിണിപ്പാവങ്ങളെ നമ്മൾ ഓർക്കണം എന്നതോടൊപ്പം സാധുക്കളാകുന്ന ആളുകൾക്ക് ഹദിയകൾ നൽകിയും കുടുംബ ബന്ധം ചേർത്തിയും അയൽപക്ക ബന്ധം ചേർത്തിയും നമ്മുടെ അയൽപക്കക്കാർ നാനാജാതി മതക്കാരാകുന്ന ആളുകളുണ്ടാകും. അവരോടൊക്കെ സ്നേഹ സന്തോഷങ്ങൾ പുതുക്കിയും പരിശുദ്ധമാകുന്ന പെരുന്നാളിൻ്റെ സന്തോഷങ്ങളും സമ്മാനങ്ങളും കൈമാറിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി കണക്കാക്കിയ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം കൂടി നമ്മുടെ പിന്നിലുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ അനുഗ്രഹങ്ങൾ ഒരു വിഭാഗം ആളുകൾ വല്ലാത്ത വർഗീയ വെറിയുടെയും
മനുഷ്യനെ പരസ്പരം തമ്മിലടിപ്പിച്ചും ഉള്ള മാനസിക ബന്ധത്തിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കിയുമൊക്കെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചും ഭീകരമായ അവസ്ഥകളെ മറ്റുള്ളവരിലേക്ക് പകർത്തിക്കൊടുത്തും മുസ്ലിമീങ്ങളാകുന്ന ആളുകളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ കൂട്ടി വായിക്കണം. പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാം പരിപൂർണമാണ്, അത് പരിഭാവനവുമാണ്. ഒരിക്കലും ഒരാളെയും അകാരണമായി പ്രയാസപ്പെടുത്തുന്ന ഒരു മനോഭാവം ഇസ്ലാമികമാകുന്ന ചിന്താഗതികളിൽ ഇല്ല എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല എന്നും 23 വർഷ കാലയളവിൽ പരിശുദ്ധമാകുന്ന ഖുർആനിൻ്റെ സന്ദേശങ്ങളെ പടച്ച റബ്ബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തപ്പോഴും ലക്ഷക്കണക്കിന് വരുന്ന ഹദീസുകൾ മഹത്തുക്കളാകുന്ന സ്വഹാബത്തിൻ്റെ മുന്നിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചപ്പോഴും അവിടെ ഒന്നും മാനവികതയ്ക്ക് തകരാറുള്ള ഒരു വാക്ക് പോലും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നത് സത്യമാണ്. ആ സത്യത്തിനെ നേർക്കാഴ്ചയായി ഓരോ കാലഘട്ടത്തിൽ വരുന്ന മുസ്ലിമീങ്ങളാകുന്ന ആളുകളും അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രയാസകരമാകുന്ന സാഹചര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമാകുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഇതല്ല നമ്മുടെ വാസസ്ഥലം. ദാറുൽ ഖറാർ എന്ന് പറയുന്ന സ്വർഗ്ഗലോകത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച ഉന്നതമായ സോപാനങ്ങളാണ് ഖാലിഖായ റബ്ബ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് സഹോദര ഒരു മാസക്കാലം നമ്മൾ പട്ടിണി കിടന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പള്ളികളിലും അല്ലാതെ നമ്മുടെ വീടുകളിലുമൊക്കെ നമ്മളും നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഭാര്യമാരും നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെൺമക്കളും ഒക്കെ നിസ്കരിച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കണക്കാക്കപ്പെടുന്ന ദാറുൽ ഖറാർ എന്ന് പറയുന്ന ഉന്നതമാകുന്ന സ്വർഗ്ഗലോകത്തേക്ക് നമുക്ക് താമസിക്കാൻ പടച്ച റബ്ബ് നമ്മെ പാകപ്പെടുത്തണം എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അനുഗ്രഹങ്ങളെ മതിമറന്നുകൊണ്ടുള്ളൊരു വിഭാഗമായി മാറാൻ പാടില്ല. മുസ്ലിം എന്ന് പറയുമ്പോൾ അനുസരണയുള്ളവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അനുസരിക്കുന്നവനാവണം, അല്ലാഹുവിൻ്റെ ദീനിനെ മാനിക്കുന്നവനാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിനെയും മൂല്യങ്ങളെയും നബി തങ്ങളുടെ അധ്യാപനങ്ങളെയും ജീവിതത്തിൽ പകർത്തുന്നവനാവണം. അവനാണ് മുസ്ലിം എന്ന് പറയുന്ന നാമത്തിനും ആ പേരിനും അർഹൻ. അല്ലാത്തവൻ അതിന് അർഹതയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായി ജീവിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. നിങ്ങൾക്കറിയുമോ, ഈ കൊടും ക്രൂരതയുടെ ഭീകരതയുടെ ഏറ്റവും വലിയ നേർക്കാഴ്ചയായി ഫലസ്തീനിലെ തെരുവുകളിൽ വിവിധങ്ങളാകുന്ന ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നില്ല. ഒരുപാട് 19,000-ഓളം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്, ഷഹീദായത്. അതുപോലെ തന്നെ 9,000-ഓളം വരുന്ന സ്ത്രീകളും, അതുപോലെ തന്നെ 4,000-ലധികം വരുന്ന സ്കൂളുകളെ തകർത്ത് എല്ലാ തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ മാനവികത എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചൂഷണം ചെയ്തുകൊണ്ട് അവരെ എല്ലാ ഭാഗത്തു നിന്നും വരിഞ്ഞു മുറുക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് അവർ ഇസ്രായേലിയരാകുന്ന ആളുകളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ആകാശമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭൂമിയുണ്ട്. ഭൂമിയുടെ അടിയിൽ പടച്ച റബ്ബ് ഞങ്ങൾക്ക് സംവിധാനം ചെയ്ത ഉന്നതമാകുന്ന സ്വർഗത്തോളം സമാനമാകുന്ന 6 അടി മണ്ണ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അമേരിക്കയുണ്ടെങ്കിൽ, നിങ്ങളെ സഹായിക്കാൻ അമേരിക്കയുണ്ടെങ്കിൽ, അള്ളാഹുവാകുന്ന ജഗനിയന്താവാകുന്ന തമ്പുരാൻ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ശക്തമായ ആയുധങ്ങളും ആയുധ ശേഖരങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടക്കാൻ പറ്റുന്ന ആത്മാഭിമാനവും അതോടൊപ്പം തന്നെ ഒരിക്കലും ഒരാളെ മുന്നിലും തലകുനിച്ചു കൊടുക്കാൻ കഴിയാത്ത ഈമാനികമായ കരുത്തും ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഏതെല്ലാം തരത്തിൽ കൊന്നാലും, വെടിവെച്ചു കൊന്നാലും, ചുട്ടരിച്ചു കൊന്നാലും, അതല്ല മറ്റുള്ളവരുടെ മുന്നിൽ വികൃതമാക്കി ഞങ്ങളെ കൊലപ്പെടുത്തിയാലും ഞങ്ങൾ ഒരിക്കലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന്റെ മുന്നിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിനെ നിങ്ങളുടെ മുന്നിൽ പണയം വെച്ചുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ സമ്പാദ്യത്തെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ആത്മാഭിമാനത്തെയും ഞങ്ങൾ പണയം വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അടിയറവ് പറയുകയില്ല എന്ന് ഗസയിലുള്ള
അതുപോലെ തന്നെ ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങളാകുന്ന ആണും പെണ്ണും ചെറുതും വലുതും കുട്ടിയും കുഞ്ഞനും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വൈരവിഹാരത്തിന് സർവ്വ സന്തോഷവും നൽകിയ നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ ഇന്ത്യ രാജ്യത്ത് കേരളം എന്ന് പറയപ്പെടുന്ന സുന്ദരമാകുന്ന നാട്ടിൽ നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നാം പട്ടിണി കിടക്കുന്ന നമ്മുടെ മറ്റു സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ ഒരിക്കലും മറക്കാൻ പാടില്ല. അവർക്ക് പെരുന്നാളുകളില്ല, അവർക്ക് നോമ്പില്ല, അവർക്ക് തറാവീഹുകളില്ല, അവർക്ക് നല്ല ഒരു പുടവയില്ല, അവർക്ക് നല്ലൊരു ഭക്ഷണമില്ല. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അവർ ഈദ്ഗാഹുകളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് അവരുടെ വാപ്പമാരോട് ചേർന്നുകൊണ്ട് നിസ്കരിച്ച നിസ്കാരങ്ങളില്ല. ഇങ്ങനെ ദൈനംദിനം അവരുടെ വളരെയധികം പ്രയാസകരമായ ദീനതയാണ് അവർക്കുള്ളത്. അത് നമ്മൾ ഓർക്കണം. അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യങ്ങൾ തരുമ്പോൾ നമ്മുടെ മറ്റു സഹോദരങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. നമുക്ക് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ തരുമ്പോൾ നമ്മൾ ഒരിക്കലും നന്ദികേട് കാണിക്കാൻ പാടില്ല. മുസ്ലിമായി ജീവിക്കുക, മുസ്ലിമിന്റെ സ്വഭാവം ഉണ്ടാകുക, മുസ്ലിമിന്റെ രൂപമുണ്ടാകുക, മുസ്ലിമിന്റെ ഭാവമുണ്ടാകുക. നിസ്കാരത്തിന് ഒഴിവാക്കിക്കൊണ്ടോ ഈ 30 ദിവസങ്ങളിൽ പലപ്പോഴായി നമ്മൾ ചെയ്തത്, നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. അത്താഴത്തിന് എഴുന്നേറ്റപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ച് ഒരു മാസം പതിവാക്കിയവരാണ്. ഒരു മനുഷ്യൻ ഒരു മാസക്കാലം ഹൈറായ കാര്യത്തിന് പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത തരത്തിൽ അവൻ്റെ ഹൃദയത്തോടത് ബന്ധിപ്പിക്കപ്പെടും എന്നതുകൊണ്ടാണ് ഏതൊരു കർമ്മത്തെയും അത് ഒരുപാട് നാൾ നിത്യമായി ചെയ്യണമെന്നും ചെയ്യുന്ന കർമ്മങ്ങൾ മുടക്കരുതെന്നും പറയാൻ കാരണം അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതിനെ ദായിമാക്കി ചെയ്യുന്ന അമലുകളാണ്. നാം ഒരു സന്തോഷത്തിൻ്റെ 30 ദിവസങ്ങൾ നമുക്ക് പോയപ്പോൾ നമ്മൾ നോമ്പെടുത്തുകൊണ്ട് പട്ടിണി അറിഞ്ഞു, നോമ്പ് തുറന്നുകൊണ്ട് അതിൻ്റെ സന്തോഷം അറിഞ്ഞു. പലർക്കും നമ്മൾ നോമ്പ് തുറപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവരുടെ സന്തോഷങ്ങളും നമ്മൾ തൊട്ടും കണ്ടുമറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പാദ്യത്തിൽ നിന്ന് ആവശ്യക്കാരായ ആളുകൾക്കും അവശരായ ആളുകൾക്കും നമ്മൾ നമ്മുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് നൽകി. എന്തുകൊണ്ടും പക്വമായ പരിപൂർണമായ ഒരു 30 ദിവസം നമ്മളിലേക്ക് അല്ലാഹു തആല തന്നപ്പോൾ ആ 30 ദിവസത്തിന് കളഞ്ഞു കുളിക്കുന്ന സ്വഭാവങ്ങളും ശീലങ്ങളും രൂപങ്ങളും രീതികളും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്നിന്റെ ചെറുപ്പക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യങ്ങൾ നാം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കറിയുമോ, പിറന്നു വീഴുന്ന കുഞ്ഞിന് പോലും ക്യാൻസറും ട്യൂമറുമാണിപ്പോ. ഇതിൽ പ്രായപരിധിയില്ല, ചെറുതെന്നോ വലുതെന്നോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ പ്രയാസകരമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചാൽ പടച്ച റബ്ബ് നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രയാസകരമാകുന്ന രോഗങ്ങളും ഒരാൾക്കും പരിഹരിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമായിരിക്കും എന്നതിന് ധാരാളം മുൻകാല ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധമാകുന്ന റമദാൻ കഴിഞ്ഞ് ശവ്വാലിൻ്റെ 1-ാമത്തെ ദിവസത്തിൽ ഈദുൽ ഫിത്റിന് ഒരുമിച്ച് കൂടിയ നമ്മുടെ കർമ്മങ്ങൾ പക്വമായിരിക്കണം, നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബവും കുടുംബ ബന്ധവും നമ്മൾ ചേർക്കണം. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയത് മഹ്ശറ വൻസഭയിൽ പടച്ച റബ്ബിന്റെ സ്വർഗമാകുന്ന ആ ടിക്കറ്റ് വാങ്ങിക്കാനാണ്, സമ്മാനം വാങ്ങിക്കാനാണ്. ഈ സമ്മാനം വാങ്ങിക്കുന്നതോടുകൂടെ അതിനെ പിച്ചി ചീന്തുന്ന സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ മറ്റുള്ളവർ നമ്മെ വീക്ഷിക്കും. മുൻകാലങ്ങളെ പോലെയല്ല, നടന്നാലും ഇരുന്നാലും ചാഞ്ഞാലും ചെരിഞ്ഞാലും ഒക്കെ അതൊക്കെ ക്യാമറ കണ്ണുകളിൽ പകർത്തി അതൊക്കെ മുസ്ലിമിന്റെ രൂപവും ഭാവവും ഇസ്ലാമിന്റെ വിശ്വാസവും ആചാരവുമാക്കി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി ഓർക്കണം. നാം ബോധമുള്ളവരാവണം. അള്ളാഹുവിൻ്റെ ദീനിനെ മാനിക്കുകയും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അതിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിന് വഴിപ്പെടുകയും അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോഴാണ് ഈ പെരുന്നാളും ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന നോമ്പും ആ നോമ്പിൻ്റെ കാലയളവിൽ നമ്മൾ ചെയ്ത ഹൈറായ അമലുകളുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഉപകാരപ്പെടുത്തുന്ന നോമ്പും അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൽ നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് മോചിപ്പിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുണ്ട്. പരിശുദ്ധ റമദാനിൽ നിത്യവും പടച്ച റബ്ബ് 70,000 ആളുകളെ മോചിപ്പിക്കുന്നു.
ലൈലത്തുൽ ഖദറിന്റെ അന്നേ ദിവസം വരെ മോചിപ്പിച്ച അത്രയും കണക്ക് അന്നത്തെ ദിവസം മോചിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം പരിശുദ്ധമാകുന്ന റമദാനിൽ എത്ര ആളുകളെയാണോ മോചിപ്പിച്ചതെങ്കിൽ അത്ര ആ അളവിൽ ഇന്നത്തെ ഒരൊറ്റ ദിവസം പടച്ച റബ്ബ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നല്ലാഹ യുരീദു ബിക്കുമുൽ യുസ്ര, പടച്ച റബ്ബ് നമ്മളെ കൊണ്ട് ഒരിക്കലും, അല്ലാഹു പറഞ്ഞു ഇന്നല്ലാഹ യുരീദു ബിക്കുമുൽ യുസ്ര, അല്ലാഹു നിങ്ങളെ കൊണ്ട് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ലവരാവാനും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വഭാവ രീതികൾ സ്വീകരിക്കാനും പാകത്തിലാണ് ഞാൻ ഇത് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞു ഇന്നല്ലാഹ യുരീദു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ നന്നാക്കാനും നിങ്ങളെ നല്ല വഴിയിലേക്ക് ചേർക്കാനും നിങ്ങൾക്ക് സന്തോഷം തരാനുമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചതെന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് പറയുമ്പോൾ അതിനെ പിൻപറ്റിക്കൊണ്ടും അതിനനുസരിച്ചുകൊണ്ടുമുള്ള ജീവിത രീതികൾ നമ്മിൽ ഉണ്ടാവണം. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം, കുടുംബത്തിനെ ശ്രദ്ധിക്കണം. നമുക്കുള്ള സമ്പാദ്യങ്ങൾ ഖൈറായ മാർഗത്തിൽ ചെലവഴിക്കണം. അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിന് നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു പെരുന്നാളും അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തിയും കുടുംബ ബന്ധം ചേർത്തും അതോടൊപ്പം തന്നെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തും ആശ്വാസം വേണ്ടവനെ ആശ്വസിപ്പിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ പരസ്പരം കൈമാറിയുമൊക്കെയുള്ള സന്തോഷമുള്ള ഒരു ദിവസമായി ഈ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സന്തോഷത്തിൻ്റെ അലയൊലികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പാകപ്പെട്ട മനസ്സും ശരീരവും ജീവിത രീതിയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്നീ സന്ദർഭത്തിൽ ഉണർത്തി ഇപ്പറയപ്പെട്ടതാണ് പെരുന്നാളും പെരുന്നാളിൻ്റെ സന്തോഷങ്ങളും പെരുന്നാളിൻ്റെ സന്ദേശങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. പടച്ച റബ്ബ് സ്വീകരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരികയും ചെയ്യട്ടെ.